നമസ്കാരം, നിസാറാണ് ചിലപ്പുറം. മധുരയിൽ നിന്നും ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ സമയം രാവിലെ 9 മണി. റോഡിൽ വളരെ തിരക്ക് കുറവായാണ് അനുഭവപ്പെട്ടത്. തലേന്ന് 1 മണിക്കാണ് ഭക്ഷണം കഴിച്ചത് കൊണ്ട് തന്നെ ടോയ്ലറ്റിൽ പോവാൻ അതിയായ ആഗ്രഹമുണ്ടായി. മെട്രോയിലെ ടോയ്ലറ്റ് ലക്ഷ്യം വെച്ചാണ് ഞാൻ പോകുന്നത്. ടോയ്ലറ്റ് ഏത് ഭാഗത്താണെന്നുള്ള യാതൊരു വിവരവും എനിക്കില്ല. നടക്കുന്ന സ്റ്റൈല് കണ്ടാൽ ആളുകൾ വിചാരിക്കും എവറസ്റ്റ് കയറാൻ പോകുന്നയാളാണെന്ന്. രാവിലെ ആയതുകൊണ്ട് തന്നെ മെട്രോയുടെ ഉള്ളിലും ആളുകൾ വളരെ കുറവായിരുന്നു. ഒരു സെൽഫിയും എടുത്ത് ഞാൻ മെല്ലെ മുമ്പോട്ട് നീങ്ങി. അങ്ങനെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ എത്തി. സത്യം പറയണമല്ലോ, നല്ല വൃത്തിയുള്ള ബാത്റൂമായിരുന്നു. അങ്ങനെ പ്രാഥമിക കാര്യങ്ങളെല്ലാം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ച ശേഷം ലുലു മാളിൻ്റെ ഉള്ളിലൊന്ന് കയറണം. അതിനുശേഷം മെട്രോ വഴി എനിക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ നാടല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടാണ് ലുലു മാളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വലിയേതോ സിനിമ സ്റ്റാർ ആണെന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെ എക്സലേറ്ററിന്റെ മുകളിൽ കയറി ഞാൻ ലുലു മാളിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെത്തി. വലിയൊരു കോഫി ഷോപ്പായിരുന്നു അത്. ഒരു കോഫി കുടിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും കോഫിയുടെ റേറ്റ് കണ്ട് ഞാൻ ഞെട്ടി. ട്രെയിനിന് പോകാൻ വേണ്ടി പൈസ പിന്നെ ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ തിരിച്ചു പോന്നു. ഇന്ന് വൈകുന്നേരം സ്കൂളിൽ PTA കമ്മിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സമയം ഞാൻ അവിടെ ചിലവഴിച്ചില്ല. ഉടനെ തന്നെ മെട്രോയിൽ കയറാനുള്ള യാത്രയിലായി. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ പ്ലാറ്റ്ഫോം നമ്പർ 2 ഞാൻ പോയത്. കൊച്ചി മെട്രോയിൽ ഞാൻ ആദ്യമായാണ് കയറുന്നത്. പണ്ട് BSNL ജോലിയുള്ള സമയത്ത് ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ അവിടുത്തെ മെട്രോയിൽ കയറിയിരുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് 1 മാസമായി. ഇത്രയും കാലമായി പുറത്തിറക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല. ഷംലയും മക്കളും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരെയും കൊണ്ട് ഞാൻ മെട്രോ ട്രെയിനിൽ പോകേണ്ടതായിട്ട് വരും. അടുത്ത ആഴ്ച ഞാൻ അവരെയും കൊണ്ട് കൊച്ചിയിലേക്ക് പോവുകയാണ്.